ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പോൾ ഒരു ഫൺ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോങ് ആൻസേഴ്സ് ഓൺലി എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടാസ്ക് ആണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അപ്പുറത്തിരിക്കുന്ന ആൾ പറയണം. ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിലൊന്നായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. തെറ്റുത്തരങ്ങൾ പറയണം എന്നുള്ളതാണ് ടാസ്ക്. ഇപ്പൊ ഒരാൾ ചക്കാന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് പറയണം. അങ്ങനെ ഉള്ളൊരു ടാസ്ക് ആണ്. എല്ലാവരും ഇരുന്ന് നല്ല ഫൺ രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അനീഷിനോട് ആദില ചോദിക്കുന്നുണ്ട്, അനീഷേട്ടന്റെ നാട് എവിടെയാ? അപ്പൊ അനീഷ് മിണ്ടാതിരിക്കുന്നുണ്ടേ. അപ്പോൾ ഈ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, അധിക സമയം മിണ്ടാതിരുന്നു കഴിഞ്ഞാലും ഔട്ടാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ അനീഷ് ഈ ഒരു മത്സരത്തിൽ നിന്നും പുറത്തായി. നീലക്കടല എന്ന് പറയാൻ ഇത്തിരി സമയം എടുത്തതാണ് അനീഷിന് പണിയായത് കേട്ടോ. അത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയണം, പെട്ടെന്ന് തന്നെ അത് പറയണം. പിന്നെ നെവിനും അനുമോളും തമ്മിലായിരുന്നു മത്സരം. നെവിൻ ഇങ്ങനെ ഒന്നും രണ്ടും പറയുമ്പോൾ അനുമോള് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ഉത്തരം പറയുന്നുണ്ടായിരുന്നു, വേഗം തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും നെവിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ അനുമോള് സംസാരിച്ചു. എത്ര ക്യാമറ ഉണ്ടല്ലേ ഇവിടെ എന്ന് അനുമോള് ചോദിക്കുന്നു. എത്ര ക്യാമറ ഉണ്ടാവും എന്ന് നെവിൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നു ആദിലെ ഇന്നലെ അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ അനുമോൾ ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ സാബുമാൻ ഔട്ട് ആവേണ്ടതായിരുന്നു. കാരണം സാബുമാൻ ഒരുപാട് ചിരിച്ചൊക്കെ ഉത്തരം പറഞ്ഞെന്നാണ് പറയുന്നത്, ലാഗ് അടിപ്പിച്ച് ഉത്തരം പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് 3 പേരുമാണ് ഈ ഒരു മത്സരത്തിൽ നിന്നും ഈ ഒരു ഇപ്പൊ പുറത്തായിരിക്കുന്നത്. ഇതൊരു ഫൺ ടാസ്ക് ആണ് കേട്ടോ. ഇതിപ്പോ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ് മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷാനവാസ് നൂറെ വട്ടം കറക്കുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ നൂറ നല്ലപോലെ ടാക്കിൾ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ടപ്പയാണ് നൂറയുടെ ഉത്തരങ്ങളെല്ലാം. അടിപൊളിയായിട്ട് തന്നെ നൂറ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒന്നും ലൈവിനകത്ത് ഇല്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കോണ്ടന്റുകൾ കുറവായിരുന്നു. കാരണം മത്സരം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ വിജയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ആരാണെന്നും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.